മസാല. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ബജി. ബജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. അതായത് ഞാനൊരു 5 മിനിറ്റിൽ ഉണ്ടാക്കാനുള്ള സ്നാക്കാണ്. അതിന് മോനൊക്കെ ക്ലാസ് വിട്ട് വരുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറയും, അമ്മ ഈ ബജി ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ, അതായത് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ ഒരു സ്നാക്കാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമായിരിക്കും കൂടുതൽ ഈ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ബജിയുടെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. അപ്പം ഞാനിവിടെ ഒരു 5 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഹാഫ് ആക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിന് ചെറിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയിൽ നമുക്ക് മൊരിയിച്ചെടുക്കേണ്ടതാണ്. കുറച്ച് മുളക് പൊടി, സോൾട്ട്, 2 നുള്ളു കായം പൊടി, 2 നുള്ളു സോഡാപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ നമുക്ക് വേണ്ടത് കടലമാവ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മുട്ട ബജി ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട മുറിച്ചെടുക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാനെപ്പോഴും നൂലുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കാറ് കേട്ടോ. കത്തി കൊണ്ട് അതിന് വിരോധമൊന്നുമില്ല. എന്നാലും ഞാൻ നൂല് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ കാണിക്കുന്നു മാത്രം. മുട്ടയിൽ ഇത്ര ഫിനിഷിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ബജി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയില്ല, പുഴുങ്ങിയ മുട്ടയൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകണ ഒരു സ്ഥിതി വരും. അതൊക്കെ നമുക്ക് ബജി ഉണ്ടാക്കുമ്പോൾ അധികം മനസ്സിലാവില്ല. ഇങ്ങനെ അതിൻ്റെ പുറത്തൊക്കെ മാവ് മൂടി വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ മുട്ടയൊക്കെ നീക്കി വെച്ചിട്ടായാലും നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. പിന്നെ പുഴുങ്ങി നേരത്തെ വെച്ചു കേട്ടോ. ഇനി നമ്മളിതിലേക്ക് സോഡാപ്പൊടി 2 നുള്ളു എടുത്ത് വെച്ചത്. അപ്പോൾ സോഡാപ്പൊടി ഒരു പ്രശ്നമുള്ള കാര്യമില്ല എന്നുള്ളത് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിനൊരു ദോഷമില്ലാത്ത ഒരു സംഭവമാണ്. പിന്നെ കുറച്ച് കായം പൊടിച്ചത്, നേരിട്ട് പൊടിയാണ് 2 നുള്ളു ഇട്ടാൽ മതി. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, അര ടീസ്പൂൺ സോൾട്ട്. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി. അപ്പൊ കടലമാവ് ഞാനൊരു 3/4 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവമുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കലക്കിയെടുക്കുന്നത് കേട്ടോ. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ഇനിയിപ്പോൾ കുറച്ച് ലൂസായാൽ തന്നെ നമ്മൾ സോഡാപ്പൊടി ഇട്ടിട്ടുള്ളത് കൊണ്ട് മുട്ടയുടെ മുഴുവൻ ഭാഗം നമ്മൾ ടച്ച് ചെയ്ത് ഈ മാവ് തൊടുമ്പോഴത്തേക്കും നമ്മൾ എണ്ണയിൽ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് വരും. ഇപ്പം ഞാനൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടത് ചൂടായി വരണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ട അതിൽ മുക്കിയിടാം കേട്ടോ. അപ്പോൾ മുട്ട ഇടുമ്പോൾ നമ്മുടെ ഉണ്ണീരെ ഭാഗം മുകളിലേക്ക് ആവണം.
ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് മുരിച്ചെടുക്കുന്നത്. ഇത് ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയും കൂടി മൊരിച്ചെടുക്കും. ആകെ ഒരു 5 മിനിറ്റ് എടുത്തോളം നമ്മളത് ബജി ഉണ്ടാക്കാൻ അത്രയും എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.